സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ഭാഗത്ത് CPIM സൈബർ പോരാളികളാണ്, മറുഭാഗത്ത് കേരളത്തിലെ മാധ്യമങ്ങളുണ്ട്, കോൺഗ്രസ് ഉണ്ട്. പതിവ് പോലെയുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ്. സംഭവം കഴിഞ്ഞ ദിവസം പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നുണ്ടായ വിധിയാണ്. ആ വിധി ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും ഒന്നാം പേജ് വാർത്തയാണ്, ഒന്നാം വാർത്തയായി കൊടുത്തിട്ടുണ്ട്. ഇന്നലെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു. എല്ലാ മാധ്യമങ്ങളിലും അന്തിച്ചർച്ചയും നടന്നു ഈ സംഭവത്തെക്കുറിച്ച്. ഇന്നത്തെ മലയാള മനോരമ കൊടുക്കുന്ന വാർത്ത ഒന്നാം പേജിൽ വലിയ വാർത്തയായി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു പേജ് മുഴുവൻ നീക്കിവെച്ചത് ഈ വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ്. തലക്കെട്ട്: പെരിയ ഇരട്ടക്കൊല, മുൻ MLA ഉൾപ്പെടെ 14 പേർ കുറ്റക്കാർ, CPMന് തിരിച്ചടി, ഇവർ കൊന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ വലിയ തലക്കെട്ടോടുകൂടി വാർത്ത നൽകുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഒന്നാം പേജ് മാത്രമാണോ? ഒന്നാം പേജല്ല, 6-ാം പേജും 7-ാം പേജും സെൻട്രൽ പേജ് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ഉപവാർത്തകളും പഴയ സംഭവങ്ങൾ വിവരിച്ചു കൊണ്ടുള്ള വാർത്തകളാണ് മലയാള മനോരമ ആഘോഷമാക്കി കൊടുത്തിട്ടുണ്ട് ഈ സംഭവം. അതുപോലെ തന്നെ മാതൃഭൂമിയും തീരെ ചെറുതല്ല, ഒന്നാം പേജിൽ വലിയ വാർത്ത തന്നെ കൊടുത്തിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊല തെളിഞ്ഞു സത്യം, CPM മുൻ MLA ഉൾപ്പെടെ 14 പ്രതികൾ. അര പേജ് വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ചെറിയൊരു കോളം വാർത്ത മൻമോഹൻ സിംഗിനും കൂടി മാറ്റിവെച്ചിട്ടുണ്ട് മാതൃഭൂമിയുടെ 13-ാം പേജും ഒരു പേജ് മുഴുവൻ ഈ വാർത്തയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഉപവാർത്തകൾ, കാർട്ടൂണുകൾ എന്നീ വാർത്തകൾ കൊണ്ട് 13-ാം പേജും പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇനിയിപ്പോൾ മാതൃഭൂമിയും മലയാള മനോരമയും ഒഴിച്ച് ഇനി കേരള കൗമുദി എടുത്താലോ? സമാനമായ സ്ഥിതി തന്നെയാണ്. കേരള കൗമുദിലും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒന്നാം പേജിൽ വലിയ വാർത്ത നൽകിയിരിക്കുന്നു. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: പെരിയ ഇരട്ടക്കൊല കേസ്, CPM നേതാക്കളടക്കം 14 പേർ കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. ഉൾപേജിലും ഇതേക്കുറിച്ചുള്ള ഉപവാർത്തകളും വന്നിട്ടുണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ ദിനപത്രം എടുത്താലും വലിയ വാർത്തയാണ്. വാർത്ത കൊടുത്തിരിക്കുന്നത് 14 പേർ കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പെരിയ ഇരട്ടക്കൊല, CPM മുൻ MLA അടക്കം 14 പ്രതികൾ കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വാർത്ത. അതേ പ്രാധാന്യത്തോടുകൂടി സൗമ്യ തേജസ്വെ വിട എന്ന് പറഞ്ഞുകൊണ്ട് മൻമോഹൻ സിംഗിനും ഇടം നൽകിയിട്ടുണ്ട് മാധ്യമം മാത്രമാണ് തുല്യ പരിഗണന രണ്ടിനും നൽകിയത്. ബാക്കി എല്ലാ മാധ്യമങ്ങളും ഒന്നാം വാർത്തയും അകത്തെ പേജും മുഴുവനും പെരിയ കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. സ്വാഭാവികമായും CPMന്റെ സൈബറിനത്തിൽ അത് വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട്. CPIMന്റെ സൈബർ പോരാളികൾ ഇത് വലിയ ചർച്ചയാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പോസ്റ്റുകളാണ് ഇത് സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പോസ്റ്റ്, CPIMന്റെ സൈബർ പോരാളികൾ ഇട്ട ഒരു പോസ്റ്റ്, അതിങ്ങനെയാണ്: 2 മാസങ്ങൾക്ക് മുൻപാണ് ഷിബിൻ വധക്കേസിൽ മുസ്ലിം ലീഗുകാർക്ക് ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചത്. എന്നിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ ചർച്ച ചെയ്തോ? ലീഗിനും UDFനും തിരിച്ചടിയെന്ന് കാർഡ് ഇറക്കിയോ? നിങ്ങൾ എത്ര പേർ ഷിബിന്റെ വീട്ടിൽ പോയി അവരുടെ ബൈറ്റ് എടുത്തു? ഇത് UDFന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ തിരിച്ചടി ആണെന്ന് പറഞ്ഞോ? വലതുപക്ഷക്കാരൻ മനുഷ്യരെ കൊന്നാലും അവരെ കോടതി ശിക്ഷിച്ചാലും നിങ്ങൾക്ക് അത് വാർത്തയാക്കില്ല. കാരണം നിങ്ങൾ ശമ്പളം വാങ്ങുന്നതും പ്രവർത്തിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പൊതുബോധം നിർമ്മിക്കാൻ മാത്രമാണ്. ഏതായാലും നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. 1987 മുമ്പ് ചീമേനി എങ്ങനെയായിരുന്നോ അതായിരുന്നു 2019 മുമ്പുള്ള കല്യാണം. ചെറുത്തു നിൽക്കുന്ന പെരിയ സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ തൂണേരി ഷിബിൻ വധക്കേസ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ച മുസ്ലിം ലീഗുകാരായ 7 പ്രതികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർഡ് ബോധപൂർവം CPIMന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ അത് വലിയ വാർത്തയായി നൽകുന്നുമുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാന വാർത്ത കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ ഇടങ്ങളിൽ. അത് വാർത്തയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ കൊടുത്ത ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. ചോദ്യകർത്താവ് K. കുഞ്ഞിരാമനാണ്. K. കുഞ്ഞിരാമൻ അന്ന് ഉദമ MLA ആണ്. അദ്ദേഹം ഇപ്പോൾ ഈ കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെയും കേസ് വന്നിരുന്നു. CBI ആണ് അദ്ദേഹത്തെ കേസിൽപ്പെടുത്തിയത്. അദ്ദേഹത്തെയും ശിക്ഷിച്ചിട്ടുണ്ട് കോടതി. ശിക്ഷ എന്താണ് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. K. കുഞ്ഞിരാമൻ ഒരു ചോദ്യം ചോദിക്കുന്നു നിയമസഭയിൽ MLA ആയിരുന്ന ഘട്ടത്തിൽ. ചോദ്യം ഇങ്ങനെയാണ്, മറുപടി പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ചോദ്യം നമ്പർ 1998 ആണ്. ഡേറ്റ് 6/2/2019. 6/2/2019 നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി, പിണറായി വിജയൻ നൽകുന്ന മറുപടി. കാസർഗോഡ് ജില്ലയിലെ കല്യാട്ട് CPIM പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വിശദാംശങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത് സംബന്ധിച്ച്
കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിട്ടുള്ളത്, ആരൊക്കെയാണ് പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, വിശദാംശങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് ചോദ്യത്തിനും ഒന്നിച്ചാണ് മറുപടി നൽകിയിരിക്കുന്നത്. മറുപടി ഇങ്ങനെയാണ്: ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ കല്യാട്ട് CPIM പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ബേക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 2019, 143, 147, 148 എന്നിങ്ങനെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിൽ താഴെ പറയുന്ന 10 പ്രതികളുണ്ട്. ഇതിൽ ആദ്യത്തെ 7 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പേര് ശരത് ലാൽ, സൺ ഓഫ് നാരായണൻ. അങ്ങനെ പോയി ഏറ്റവും അവസാനം 9ാമത്തെ പേര് കൃപേഷ് എന്നും ചേർത്തിട്ടുണ്ട്. കൃപേഷും അതോടൊപ്പം നിബിനും എന്നീ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ സംഭവത്തിൽ എന്ന് പരിശോധിച്ചു വരികയാണ് എന്ന മറുപടിയും കൂടി നൽകിയിട്ടുണ്ട്. 3ാമത്തെ ചോദ്യം, ആ ചോദ്യം ഇങ്ങനെയാണ്: ഈ കേസിലെ പ്രതികൾ മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, വിശദാംശങ്ങൾ വെളിപ്പെടുത്താമോ എന്നാണ്. അതിന് മറുപടിയുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കൃപേഷും ശരത് ലാലും മറ്റൊരു കേസിൽ കൂടി പ്രതികളായിട്ടുണ്ട്. കല്യാട്ട് ആരെയാണ് ആക്രമിച്ചത് എന്ന് സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങളുള്ള മറ്റൊരു പേപ്പർ കട്ടിങ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പാണ്, ഇവർ മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, വിശദാംശം അറിയിക്കാമോ എന്ന ചോദ്യം. ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കേസിലെ പ്രതികളിൽ ജനാർദ്ദനൻ, ശരത് ലാൽ, കൃപേഷ് എന്നിവർ ബേക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 22/19, 143, 147, 148, 447, 420, 149 IPC കേസിൽ ഉൾപ്പെട്ട പ്രതികളാണ്. കൂടാതെ നിബിൻ കുമാർ, സൺ ഓഫ് നളിനി എന്നയാൾ കുറ്റപത്രം സമർപ്പിച്ച ബേക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 477/18 കേസിലെയും പ്രതിയാണ്. അടുത്ത ചോദ്യം, കുറ്റപത്രം നൽകിയോ, ഈ കേസിൽ കുറ്റപത്രം നൽകിയോ എന്നാണ്. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ശേഷിക്കുന്ന പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്ത് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതാണ് എന്നാണ് വാർത്ത. ഏതാണ് ഈ കല്യാട്ട് ആക്രമണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റൊരു പേപ്പർ കട്ടിംഗ് ആയിട്ടാണ് CPIM ഇടങ്ങളിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പഴയ വാർത്തയുടെ ഒരു പേപ്പറിന്റെ കട്ടിംഗ് ആണ്. വാർത്തയുടെ തലക്കെട്ട് കല്യാട്ട് ആക്രമണം, 3 കോൺഗ്രസുകാർ കൂടി അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അതിൽ ആദ്യത്തെ ഫോട്ടോ, അറസ്റ്റായ ആളുടെ ആദ്യത്തെ ഫോട്ടോ ശരത് ലാലിന്റെ ഫോട്ടോയാണ്. കല്യാട്ട് CPIM പ്രവർത്തകരെ കോൺഗ്രസുകാർ വധിക്കാൻ ശ്രമിച്ച കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ 6 കോൺഗ്രസുകാർ റിമാൻഡിലായി. കേസിലെ 1ാം പ്രതി കല്യാട്ടെ സത്യനാരായണന്റെ മകൻ ശരത് ലാൽ എന്ന ജോഷി, ഭാസ്കരന്റെ മകൻ മഹേഷ്, 6ാം പ്രതി വിവേക് എന്നിവരെയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തു. CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം ഏച്ചിലടുക്കത്തെ പീതാംബരൻ, പീതാംബരൻ ഈ കേസിലെ പെരിയ ഇരട്ടക്കൊല കേസിലെ 1ാം പ്രതിയാണ്. പീതാംബരൻ കേരള പ്രവാസി സംഘം വില്ലേജ് സെക്രട്ടറി കല്യാട്ടെ സുരേന്ദ്രൻ എന്നിവരെയാണ് ഒരു സംഘം കോൺഗ്രസുകാർ കല്യാട്ട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് കഴിഞ്ഞ 5-ന് ഇരുമ്പ് വടി തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കമ്പിവടി, പട്ടിക കഷ്ണം തുടങ്ങിയവ കൊണ്ടുള്ള അടിയേറ്റ് പീതാംബരന്റെ 2 കൈകളും നുറുങ്ങി തലയും പൊട്ടിയിരുന്നു. സുരേന്ദ്രന്റെ തലയും ഇടതു ഷോൾഡറും അടിയേറ്റ് തകർന്നിരുന്നു. കല്യാട്ടെ കുമാരന്റെ മകൻ ഉണ്ണി, തമ്പായിയുടെ മകൻ ജനാർദ്ദനൻ, നാരായണന്റെ മകൻ അനൂപ് എന്നിവർ നേരത്തെ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണ് എന്നാണ്. ഈ കേസിലാണ് പ്രധാനപ്പെട്ട പ്രതിയായി മാറിയത് ശരത് ലാലും കൃപേഷും. ആർക്കാണ് മർദ്ദനമേറ്റത്? ഈ കേസിലെ 1ാം പ്രതിയായ പീതാംബരന്. എന്ന് വെച്ചാൽ ഇതൊരു തുടർ സംഭവമാണ് എന്നർത്ഥം. ഒറ്റ സംഭവം ഒരു സ്ഥലത്ത് രാഷ്ട്രീയമായി ഉണ്ടായതല്ല, നേരത്തെ നടന്ന സംഘടനകളുടെ തുടർച്ചയാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും അക്കാര്യം പറയില്ല. ആ സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ മാത്രം 2 പേരെ, നിരപരാധികളായ 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വസ്തുതകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ CPIM കേന്ദ്രങ്ങൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇക്കാര്യം മറന്നുപോകുന്നു? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതിൽ തൊട്ട് മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് അറിയാതെ പോകുന്നു? അത് ബോധപൂർവ്വം മറച്ചു വെക്കുന്നു. ഈ ചോദ്യമാണ് CPIM സൈബർ ഇടങ്ങളിൽ ചോദിക്കുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തവുമാണ്. സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല, അത് നേരത്തെ നടന്ന ഒരു ആക്രമണത്തിന്റെ തുടർച്ചയാണ് ഈ ആക്രമണം നടന്നത് എന്നത് വസ്തുതകൾ നിരത്തിയാണ് CPIM സൈബർ ഇടങ്ങളിൽ പറയുന്നത്. അതോടൊപ്പം നിരവധി CPIM പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരാൽ രാഷ്ട്രീയ കൊലപാതകം തന്നെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. അവരുടെയൊക്കെ വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ CPIM
സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു പ്രതിരോധമായി മാറുകയാണ്. മാധ്യമങ്ങൾ നടത്തുന്ന ഏകപക്ഷീയമായ വാർത്താ വിതരണ രീതിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPIMന്റെ സൈബർ വിങ് അല്ലെങ്കിൽ CPIMന്റെ സൈബർ പോരാളികൾ അതിനെ ചെറുത്തു നിൽക്കാനുള്ള ശ്രമം അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വസ്തുതകൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരത്ലാലും കൃപേഷും നേരത്തെ തന്നെ ഇത്തരം കേസുകളിൽ പ്രതികളായിരുന്നു എന്ന നിയമസഭയിലെ ചോദ്യോത്തരം അടക്കം എടുത്തുകൊണ്ടാണ് CPIM അണികൾ പ്രതിരോധം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. CPIM നടത്തിയ വലിയ ക്രൂരമായ ആക്രമണമാണ് എന്ന രൂപത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇത് അവിടെ നടന്ന നിരവധി സംഘർഷങ്ങളുടെ തുടർച്ച മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ CPIM സൈബർ വിങ് വസ്തുതകൾ നിരത്തി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.